ഹലോ ഗൈസ്, എല്ലാവർക്കും കെൽട്ടൺ ബ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്നൊരു പുതിയ വല അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ വല കേട്ടോ. ഇത് റിവ്യൂ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഓക്കെ, ഇത് നമ്മളെ കെട്ടുങ്ങലാട്ടോ. കടലും പോയൊക്കെ ചേരുന്ന ഒരു സ്ഥലമാണ് താനൂര് അയ്മുഖം. അത്യാവശ്യം ബീച്ചുകാരുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. നമ്മൾ പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. നല്ല ഫേമസ് ആയിട്ടുള്ള ബീച്ചിലേരാണ് കേട്ടോ ഈ താഴത്തു നിന്നൊക്കെ വീണത്. നമ്മളെ കൂടെ നിന്നൊരു പ്രത്യേകിച്ച് ഇവിടെ സ്ഥിരം വീണ ഒരാളും കൂടെ ഉണ്ട്. നമ്മൾ വലയും കൂടി മൂപ്പരും വീണ്ട്. ഫസ്റ്റ് തന്നെ നല്ല ലോങ് കയറാട്ടോ നമ്മൾ ഈ വലക്ക് ഉപയോഗിക്കുന്നത്. ഏകദേശം 20 മീറ്റർ നമ്മൾ ആ വലക്ക് കയറ് കൊടുത്തിന്. കാരണം ഈ പാലത്തുമെന്ന് താഴത്ത് കയറണമെങ്കിൽ ഏകദേശം 20 മീറ്ററിൻ്റെ അടുത്ത് വേണ്ടി വരും. നമ്മളിവിടെ നിന്ന് ഉപയോഗിക്കുന്ന വല 1/2 നമ്പറിൻ്റെ 28 സൈസ് ആട്ടോ, ബ്ലൂ കളർ. ഏതാണ്ട് ഒരു 600 ഗ്രാമാണ് മൊത്തത്തിൽ വല നമ്മൾ വാങ്ങിച്ചത്. പിന്നെ ഇതിൻ്റെ തോട അത്യാവശ്യം നല്ല എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു വല തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട്. 1600 കണ്ണ് വരുന്ന കേട്ടോ വലൻ്റെ അടിഭാഗത്തേക്ക്. 3.25 കിലോ മണി വരുന്നുണ്ട്. ഒരു 9 മുഴം വല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വല ആദ്യമായിട്ട് വെള്ളത്തിൽ ഇറക്കുക കേട്ടോ. ഇത് നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ശാന്തമായ ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തത്. കടലിനും പോയക്കൊക്കെ ഇപ്പം തിര പൊതുവെ കുറവാണ് ഈ സമയത്ത്. വൈകുന്നേര സമയം കേട്ടോ നമ്മൾ മീൻ പിടിക്കാൻ പോയത്. അടിഭാഗത്ത് തോണിക്കാരൊക്കെ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ കാണാം. ഫസ്റ്റ് ഏറിട്ടത് തിരക്കടില്ല. ഇതിലെന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കാം നമുക്ക്. അവനും മീൻ നോക്കിയാണ്ട് വീണ ആൾക്കാരട്ടോ. വലയിൽ മീൻ കാണുന്നുണ്ട്. ഓക്കെ, 1-2 മീൻ അതിൽ ഞാൻ കണ്ട്. നോക്കാം. മീനുണ്ട്. തെറ്റില്ല, വല ഉഷാർ തന്നെയാണ്. ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ വല വീതപ്പോൾ കണ്ട്. നമുക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വല പിരിയാതെക്കാനും വേണ്ടി ഒരു സാധനം ഉപയോഗിക്കലുണ്ട്. അത് നമ്മൾ ഇതിൽ കൊടുത്തിട്ടില്ല ഈ വലക്ക്. ഈ പ്രാക്ടീസ് ഇത് റിവ്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വല രണ്ടാമത് പണിയെടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാഹചര്യം പോലെ നമുക്ക് ചെയ്യാം. ഏതായാലും തെറ്റില്ലാത്ത ഒരു വല തന്നെയാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഏത് ടെറയിൽ കൊണ്ടുപോയി വീയാനും എത്ര ഹൈറ്റ് കൊണ്ടുപോയിട്ടും വീയാം നമുക്ക്. 2 മീനാട്ടോ ആദ്യത്തെ വലക്കനെത്തിയത്. ഇതിൻ്റെ പേര് ഒന്ന് പൊയ്ത്തി, ഒന്ന് പ്രാച്ചിമീനാണ്. ഇത് തോണിക്കാരട്ടോ. ഓരും മീനെ നോക്കിയിട്ട് വീയാണ്. അത്യാവശ്യം വലിയ മീനൊക്കെ ആ വലയിൽ കിട്ടിയാണ്. നമ്മളിപ്പോൾ രണ്ടാമത്തെ വല കേട്ടോ എറിയാൻ നോക്കണേ. അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താ വെച്ചാൽ, വല നമ്മൾ വിരിക്കുന്ന സമയത്ത് ഈ നമ്മൾ തിരിച്ചെടുക്കുന്ന കയറുണ്ടല്ലോ, അത് ആ നീല ഭാഗം അകാല പറയും, അത് ചെറുതായിട്ട് കുടുങ്ങിക്കുന്നുണ്ട്. അപ്പം വല വീതപ്പം അത്യാവശ്യം വിരിഞ്ഞിക്കണ. എന്നാലും എന്താ വെച്ചാൽ അത് ലോക്കാകുന്നുണ്ട്. അതിന് നമുക്കൊരു സിവിൽ പറഞ്ഞ സാധനം ചേർക്കലുണ്ട്. അത് നല്ല ക്വാളിറ്റിയുള്ള ചെയ്തില്ലെങ്കിൽ വല പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. വലയും കയറും തമ്മിൽ ബന്ധം പെട്ടെന്ന് തന്നെ വേർപിരിയാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ചില ആൾക്കാരൊന്നും ഉപയോഗിക്കില്ല. ഞാനിത് തുടക്കത്തിൽ ഉപയോഗിച്ചില്ലേ. അതിൻ്റെ പോരായ്മ നമുക്ക് മനസ്സിലായതോടുകൂടി രണ്ടാമത്തെ വല മേക്ക് ചെയ്തപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തു ചെയ്യാം. ഇതിപ്പോൾ ഡയറക്റ്റ് കയറും വലയും തമ്മിലാണ് ബന്ധം. നേരെ മറിച്ച് അതിൻ്റെ ഇടയിൽ ഒരു സിവലും കൂടി വരുമ്പോൾ ആ അകാല പിരിയലുണ്ടാവില്ല. രണ്ടാമത്തെ വലയിൽ പ്രത്യേകിച്ച് മീനൊന്നും കിട്ടിയില്ല കേട്ടോ.
മീൻ പൊതുവെ കുറവാണ്. ഇത് നമ്മളെ ഹക്കീമാക്ക ഈ ഭാഗത്ത് അത്യാവശ്യം മീൻ പിടിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ പോയപ്പം മൂപ്പര് നമ്മളതിൻ്റെ മുന്നേ അവിടെ മീൻ പിടിക്കാൻ എത്തിന്. അന്ന് പിന്നെ ഒരു പരീക്ഷണം മൂപ്പർക്കും കൂടി അവസരം കൊടുത്തു. നമ്മൾ വലൻ്റെ പോരായ്മകളൊക്കെ മൂപ്പര് നമ്മളോട് പറഞ്ഞെന്ന്. മൂപ്പരടുത്തൊക്കെയുള്ള വലിയ വലിയ വലകളാണ്, നല്ല വില പിടിപ്പുള്ള വലകളാണ് മൂപ്പര് ഉണ്ടാക്കിച്ചിലൊക്കെ. മൂപ്പര് ആ വല എടുക്കുന്ന രീതിയും ഒരു പ്രൊഫഷണലിൻ്റെ എല്ലാ ഒരു ചേരുവയും അതിലുണ്ട്. അത്യാവശ്യം നമ്മുടെ നാട്ടിലുള്ള ഒരു മീൻ പിടുത്തക്കാർ പെട്ടവർ ഏത് പാതിരാക്കും മൂപ്പര് പോയി മീൻ പിടിക്കും. നമ്മളെ സുഹൃത്ത് തന്നെയാണ്, നമ്മളെ നാട്ടുകാരൻ തന്നെയാണ്. മൂപ്പര് ഇനിയും നമ്മളെ ചാനലിൽ കൂടെ കൊണ്ടുവരണം. മൂപ്പര് മീൻ പിടിക്കാൻ പോകണമൊക്കെ നമ്മളെ ചാനലിൽ ഇനിയും ഒരുപാട് വരാനുണ്ടല്ലോ. അവസരത്തിനകത്ത് നമുക്ക് പോകാം മൂപ്പരപ്പം. ഓക്കെ, വെള്ളത്തിന് ഇന്ന് തിരയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ മീൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തിരക്കടില്ല നമുക്ക്. അപ്പോൾ അവരെല്ലാ സ്ഥലത്തും പോയി കണ്ട് വീണ്ടും കിട്ടും. ഇതാണ് കടലും പുഴയും ചേരുന്ന സ്ഥലം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം തന്നെ. വൈകുന്നേരമൊക്കെ ഒരുപാട് ആൾക്കാർ കാഴ്ചക്കാരനെ അവിടെ കാണാൻ. ഇവരെ പണി എന്താ വെച്ചാൽ ഇപ്പോൾ വൈകുന്നേരം ഈ മേലിൽ നിന്ന് മീനെ നോക്കുന്ന പരിപാടിയാണ്. മീനിങ്ങനെ നല്ല കറുപ്പായിട്ട് മീനെ കാണാൻ കഴിയും മുകളിൽ നിന്ന്. ഞാനും ഇവനും കൂടെ ഇട്ടെന്ന് ഫിഷ് ചെയ്യാൻ വന്ന്. ഞങ്ങൾ ഫിഷിംഗ് ഒക്കെ നിർത്തി, നമ്മൾ സാമ്പിളായിട്ട് വന്നതല്ലേ. കുഴപ്പമില്ല, വലക്ക് റിസൾട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.